ഇന്നത്തെ ഒരു ദിവസം ഇന്ന് വെളുപ്പിനെ നമ്മളിലേക്കെല്ലാം വളരെ ഞെട്ടലോടുകൂടി നമ്മൾ അറിഞ്ഞൊരു വാർത്തയായിരുന്നു. ആലപ്പുഴ അരൂരിൽ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന ആകാശപാതയുടെ ഗർഡർ തകർന്നു വീണ സംഭവം. ആ ഒരു അപകടത്തിൽ മരിച്ച ഹരിപ്പാട് സ്വദേശി രാജേഷിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നടക്കും. ഇത് ദേശീയപാത അതോറിറ്റിയുടെ വലിയ വീഴ്ചയാണ്. സംസ്ഥാന മന്ത്രി അതേ സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് അടക്കം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് വലിയ രീതിയിലുള്ള നിർദ്ദേശം ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കണമെന്ന്. നമുക്ക് എന്തായാലും ഷാജഹാനിലേക്ക് ഒന്ന് പോകാം. ഷാജി, വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ അനുഭവം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. രാജേഷിൻ്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോൾ അടക്കം സമഗ്ര വിവരങ്ങളിലേക്ക് പോയത്. തീർച്ചയായിട്ടും അജിംഷാദ്, വളരെയധികം സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ രാജേഷിന്റെ വീട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് അല്പസമയം മുൻപാണ് രാജേഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്, പള്ളിപ്പാടുള്ള വീട്ടിലെത്തിച്ചത്. ആദ്യം അദ്ദേഹത്തിന്റെ തൊട്ട് വീടിന് സമീപമുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് പൊതുദർശനം നടത്തിയത്. സമയം കിട്ടുമ്പോഴൊക്കെ രാജേഷ് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. അതിനോടൊപ്പം തന്നെ ആര് ഡ്രൈവിംഗ് ആണെങ്കിലും ഇനിയിപ്പോൾ എന്ത് ജോലിക്കാണെങ്കിലും രാജേഷ് ഏത് സമയത്തും പോകും എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന് പ്രത്യേക കാരണവും കൂടിയുണ്ട്. 2 മക്കളാണ് രാജേഷിനുള്ളത്. ഒരു കുട്ടി പ്രമേഹ രോഗിയാണ്, 2 പേരും വിദ്യാർത്ഥികളാണ്, 2 പെൺകുട്ടികളാണ്. ഇത്തരത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ കുടുംബത്തിനെ ഒരു പരിധിവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും മുട്ട കയറ്റി വരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഇന്നലെ അവിടെ നിന്നും വണ്ടി പുറപ്പെടേണ്ടതായിരുന്നു, ഇന്നലെ പുലർച്ചെ തന്നെ. പക്ഷേ അവിടെ ചില തർക്കങ്ങൾ കാരണം വണ്ടി താമസിച്ചാണ് വന്നത്. അതുകൊണ്ടാണ് രാജേഷിന്റെ ആ വാഹനം, ആ പിക്കപ്പ് വളരെ വൈകി അരൂരിലൂടെ എത്തിക്കൊണ്ടിരുന്നത്. ഓരോ ദിവസം എവിടെ പോയാലും മകനും അച്ഛനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. ഇരുവരും പരസ്പരം ഫോണിൽ വിളിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ വെച്ചാണ് ഇരുവരും ബന്ധപ്പെട്ടത്, സംസാരിച്ചത്. അപ്പം രാത്രി തന്നെ വീട്ടിലെത്തുമെന്ന് ഉറപ്പും പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വിളിച്ചിട്ടൊന്നും ഫോണിൽ കിട്ടിയില്ല. പിന്നീടാണ് ഈ ദുരന്ത വാർത്ത അറിയുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2-2:30 മണിക്ക് ശേഷമാണ് നമ്മുടെ അരൂർ ബൈപ്പാസിന് സമീപം അരൂർ തുറവൂർ ദേശീയപാത, അതോടൊപ്പം തന്നെ ഈ ആകാശപാതയ്ക്ക് വേണ്ടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൻ്റെ ഗർഡറുകൾ വീണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഗർഡർ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. 2-2.5-3 മണിക്കൂറിന് ശേഷമാണ് നീക്കം ചെയ്തത്. പിന്നീട് അവിടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. പക്ഷേ എങ്കിലും ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ അരൂർ MLA ദിലീപൊക്കെ തന്നെ ഇടപെട്ടു, കമ്പനിയുമായി ബന്ധപ്പെട്ടു. ഇതിനിടയിൽ മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു. അദ്ദേഹം ഇതിന്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ കമ്പനി അധികൃതർ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു സാമ്പത്തിക സഹായമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകി. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള പണവും നൽകിയിട്ടുണ്ട്, 4 ലക്ഷം രൂപ. അങ്ങനെ അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ്. എന്നിട്ടും 4 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകി. മാത്രമല്ല, ആദ്യത്തെ 10 ലക്ഷം പ്രഖ്യാപിക്കുമ്പോൾ അത് പോരാ എന്ന രീതിയിലുള്ള വലിയ സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന്റെയും MLAയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിനെ തുടർന്നാണ് 25 ലക്ഷത്തിലേക്ക് അവർ നിർബന്ധിതമായത് നൽകാൻ, അല്ലേ? ആ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ മുഴുവൻ കാര്യം പരിശോധിക്കുമ്പോൾ. തീർച്ചയായിട്ടും അജിംഷാദ് പറഞ്ഞ പോലെ തന്നെ അത് എങ്ങനെ ഒരു 25 ലക്ഷത്തിലേക്ക് എത്തിയത് തന്നെ MLAയും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ വളരെ കർശനമായ രീതിയിൽ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. കാര്യം ഇവരുടെയൊക്കെ തന്നെ ഒരു സാമ്പത്തിക സ്ഥിതി ബോധ്യമായിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ ജില്ലാ ഭരണകൂടം അതോടൊപ്പം സർക്കാരിന്റെ ഭാഗമായിട്ട് 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കൊടുക്കുകയുണ്ടായി. അങ്ങനെ മൃതദേഹം എറണാകുളത്ത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഏതാണ്ട് 6:30-7 മണിയോടുകൂടി ഹരിപ്പാട് എത്തുകയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് മുൻപായിട്ടുള്ള ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ നടക്കുമാണ്. പെന്തക്കോസ്ത് മത ചിന്താഗതിക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കും അല്പസമയത്തിന് ശേഷം സംസ്കാരം നടക്കുക. കുട്ടികളും നാട്ടുകാരും ഒക്കെ വലിയൊരു ജനവിഭാഗം തന്നെ ഇവിടെ ഉണ്ട്. അദ്ദേഹം എത്രത്തോളം ജനങ്ങളുമായിട്ട് അടുത്ത് നിന്നൊരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ആൾക്കൂട്ടം. എന്തായാലും വലിയ ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് രാവിലെ പള്ളിപ്പാടെത്തിയത്. ശരി ഷാജി, ഷാജഹാനാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം ഇന്നത്തെ സമഗ്രമായ വിവരങ്ങളും നൽകിയത്.